ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഒരു സംഭവം ഹദീസിന്റെ താളുകളിൽ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇബ്രാഹിം നബി അതാ തന്റെ ഉപ്പാനെ കാണുകയാണ്. വല്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം പിതാവിനെ കാണുന്നത്. പിതാവിനെ കാണുമ്പോൾ ഇബ്രാഹിം നബി പിതാവിനോട് പറയുകയാണ്, ഉപ്പാ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നെ അനുസരിക്കണമെന്ന്? ഞാൻ പറയുന്നത് കേൾക്കണമെന്നുപ്പാ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? ഉപ്പയുടെ മറുപടി എന്താണെന്നറിയുമോ? മോനെ, ഇന്നേ ദിവസം ഞാൻ നീ എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറാണ്, അനുസരിക്കാൻ തയ്യാറാണ്. ആ സമയം ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പറയുകയാണ്, യാ റബ്ബേ, ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം എന്നെ നിന്ദിക്കുകയില്ല, എന്നെ നാണം കെടുത്തുകയില്ല എന്ന് നീ എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട് പടച്ചോനെ. എന്റെ ഉപ്പയെ കാണുന്നതിന്, ഈ കോലത്തിൽ കാണുന്നതിനേക്കാൾ, എന്റെ ഉപ്പയെ അവസ്ഥയിൽ കാണുന്നതിനേക്കാൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ അപമാനം മറ്റെന്താണുള്ളത്? ഇബ്രാഹിം നബി ഇത് പറഞ്ഞു തീരുന്നതിന് മുന്നേ അതാ ഒരു വിളിയാണമുണ്ടാവുകയാണ്. അദ്ദേഹത്തോട് പറയപ്പെടുകയാണ്, ഇബ്രാഹിം, അങ്ങയുടെ കാലുകൾക്കിടയിലേക്ക് നോക്കുക. കാലുകൾക്കിടയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്നറിയുമോ? ചെളിപുരണ്ട, കണ്ടാൻ അറപ്പ് തോന്നിക്കുന്ന ഒരു മൃഗത്തിന്റെ രൂപത്തിലേക്ക് ആസർ എന്ന ഇബ്രാഹിം നബിയുടെ പിതാവ് രൂപമാറ്റപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ആ പിതാവിനെ ഇബ്രാഹിം നബിയുടെ കൺമുന്നിൽ വെച്ചിട്ടതാ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ഞാൻ പ്രവാചകന്റെ പരമ്പരയിൽ പെട്ടവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ സ്വഹാബത്തിന്റെ പരമ്പരയിൽ പെട്ടവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇന്നാലിന്ന തങ്ങന്മാരുടെ സാദാത്തുക്കളുടെ ഉസ്താദുമാരുടെ പരമ്പരയിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, തൗഹീദ് ഇല്ലെങ്കിൽ രക്ഷയില്ല. ആ തൗഹീദ് കിട്ടണം. ആ തൗഹീദ് കിട്ടുന്ന മാനദണ്ഡം ഞാനോ നിങ്ങളോ നേടിയെടുത്ത പണമോ അധികാരമോ സൗന്ദര്യമോ ടാലന്റുകളോ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് അബൂ താലിബ് എന്ന് പറയുന്ന മനുഷ്യൻ. 8ാമത്തെ വയസ്സിലാണ് അള്ളാന്റെ റസൂലിന്റെ സംരക്ഷണം അബൂ താലിബിന്റെ കരങ്ങളിലേക്ക് വരുന്നത്. ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ഉപ്പാപ്പയും മരിച്ചു. അവസാനം പിതാവിന്റെ സഹോദരനായ അബൂ താലിബിന്റെ കയ്യിലേക്ക് പ്രവാചകന്റെ സംരക്ഷണം വരികയാണ്. നിലത്ത് വെച്ചിട്ടില്ല ഉറുമ്പരിക്കുമെന്ന് വിചാരിച്ച്, മേലെ വെച്ചിട്ടില്ല പേനരിക്കുമെന്ന് വിചാരിച്ച്, അത്രത്തോളം സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കാരുണ്യത്തോടെ ഒരു പിതാവും മാതാവും നൽകുന്നതിനപ്പുറത്ത് സ്നേഹം നൽകിയിട്ടാണ് അബൂ താലിബ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിക്കൊണ്ടുവന്നത്. ഷാമിലേക്കും യമനിലേക്കുമെല്ലാം ദീർഘദൂര യാത്ര പോകുമ്പോ ആ മുഹമ്മദുമായി പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് അബൂ താലിബ് അതാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് തന്നെ ഒന്നിച്ചു കൂട്ടുകയാണ്. യാത്രകളിൽ മുഹമ്മദ് നബി അബൂ താലിബിന്റെ കൂടെയുണ്ട്. അത്രത്തോളം ആത്മബന്ധമുണ്ട് അവര് തമ്മിൽ. പ്രിയപ്പെട്ടവരെ, നുബൂവത്ത് കഴിഞ്ഞിട്ട് വർഷങ്ങളോളം അബൂ താലിബ് ഈ നുബൂവത്തിന്റെ സ്വരങ്ങൾ കേട്ടിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. നുബൂവത്തിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആ മഹാപ്രഭയുടെ 1ാമത്തെ വചനങ്ങൾ ഇറങ്ങുമ്പോ അബൂ താലിബ് ജീവിച്ചിരിപ്പുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ആകാശത്തിന്റെ അനന്തതയിൽ നിന്ന് ഓരോന്നായി ഇറങ്ങി വരുമ്പോ ആ വചനങ്ങൾ കേൾക്കാൻ അബൂ താലിബ് അവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, പക്ഷേ അവസാനം അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോ, മരണവുമായി മല്ലിടുമ്പോ, മരണശൈലിയിൽ കിടക്കുമ്പോ അള്ളാന്റെ റസൂല് പൊട്ടിത്തകർന്ന നുറുങ്ങിയ ഹൃദയവുമായി അബൂ താലിബിന്റെ മരണക്കിടയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അബൂ താലിബ് പറയുകയാണ്, അള്ളാന്റെ റസൂല് പറയുകയാണ്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എളാപ്പാ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. ഒരു വട്ടമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നത്, കണ്ണുനീരിന്റെ അകമ്പടിയോടെയാണ് പറയുന്നത്. തന്റെ പ്രിയപ്പെട്ട പിതൃവനോടുള്ള അടങ്ങാത്ത സ്നേഹത്തോടെയാണ് ഈ പറയുന്നത്. പക്ഷേ കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല, സ്വീകരിക്കാൻ അബൂ താലിബിന് കഴിഞ്ഞില്ല. അബൂ താലിബ് മരണപ്പെട്ടത് ആ മക്ക മുശ്രിക്കുകളുടെ മില്ലത്തിൽ തന്നെയാണ്. പ്രവാചകനെ സംരക്ഷിച്ചു, പ്രവാചകനെ സ്നേഹിച്ചു, പ്രവാചകനെ ചേർത്തുപിടിച്ചു. എല്ലാ അക്രമങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ സംരക്ഷണത്തിന്റെ കോട്ടയായി നിലനിന്നു എന്നത് പച്ചയായ ചരിത്ര വസ്തുതയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ വസ്തുതയൊന്നും അബൂ താലിബിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുകയില്ല.
ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയുമോ? ഏത് പ്രവാചകന്റെ ഉപ്പയാണ്, ഉമ്മയാണ്, എളാപ്പയാണ്, മൂത്താപ്പയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് വലിയന്റെ അടുത്ത കുടുംബക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമാണ് തൗഹീദും ഹിദായത്തും നൽകുന്നത്. പൊട്ടി തകർന്ന ഹൃദയവുമായി അബൂ താലിബിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന പ്രവാചകനോട് അല്ല തിരുത്തുന്നുണ്ടല്ല പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അങ്ങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് നൽകാൻ നബിയെ അങ്ങയ്ക്ക് കഴിയില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പക്ഷേ അല്ലാഹു ആണ് കേട്ടോ ഹിദായത്തും ദലാലത്തും നൽകുന്നത്. അല്ലാഹു മയുദില്ലു മൻ യശാ വയഹ്ദീ മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് എല്ലാ നമസ്കാരത്തിന്റെ പ്രാർത്ഥനയിലും ഫാത്തിഹ സൂറത്തിലും ഓതാൻ നമ്മോട് കൽപ്പിച്ചത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ പ്രാർത്ഥന തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്താണെന്നറിയുമോ? ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയാണ്. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് പറയുകയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിൽ ഞങ്ങളെ നീ നയിക്കണേ റബ്ബേ, ഹിദായത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങളെ നീ നയിക്കണേ റബ്ബേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസാരം കേൾക്കുന്ന കൂട്ടത്തിൽ തൗഹീദ് കിട്ടിയവരുണ്ടെങ്കിൽ, ഈ വഹദാനിയത്തിന് സാക്ഷ്യം വഹിക്കാൻ അവസരം കിട്ടിയവരുണ്ടെങ്കിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും റബ്ബേ. 10,000-കണക്കിന് ജാറങ്ങൾക്ക് മുന്നിൽ, 10,000-കണക്കിന് വലിയകൾക്ക് മുന്നിൽ, 10,000-കണക്കിന് ബിംബങ്ങൾക്ക് മുന്നിൽ, 10,000-കണക്കിന് ആരാധ്യ പുരുഷന്മാർക്ക് മുന്നിൽ, തങ്ങളുടെ സങ്കടങ്ങൾ പറയുന്ന കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ നിന്ന് റബ്ബേ നീ എന്നെ തിരഞ്ഞെടുത്തു. ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹത്തിന്റെ സകല ചരാചരങ്ങളുടെയും നിയന്താവായ സംവിധായകനായ അന്നദാതാവായ നിന്റെ മുന്നിൽ മാത്രം പ്രാർത്ഥനകൾ, നിന്റെ മുന്നിൽ മാത്രം സഹായനേട്ടങ്ങൾ അർപ്പിക്കാനുള്ള മഹാഭാഗ്യത്തിലേക്ക് റബ്ബേ നീ എന്നെ എത്തിച്ചല്ലോ. അൽഹംദുലില്ലാഹ്. സ്വർഗവാസികൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. വഖാലു അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഈ വഴിയിലേക്ക്, ഞങ്ങളെ ഈ വഴിയിലേക്ക് നടത്തിച്ച അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിൽ ഈ നേർമാർഗത്തിലേക്ക് ഞങ്ങൾ എത്തുമായിരുന്നില്ല, ഈ വഴി വെളിച്ചത്തിലേക്ക് ഞങ്ങൾ എത്തുമായിരുന്നില്ല, ഈ സൂര്യപ്രഭയിലേക്ക്, ഈ നക്ഷത്രത്തെക്കാൾ വെട്ടിത്തിളങ്ങുന്ന തൗഹീദിന്റെ മാർഗത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലും എത്തുമായിരുന്നില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഈ വേദിയിൽ ഇരിക്കുന്നവരും ഈ സദസ്സിലിരിക്കുന്നവരും സദസ്സിലിരിക്കാത്തവരുമായി എന്റെ ശബ്ദം കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അവന് കറകളഞ്ഞ തൗഹീദ് ഉണ്ടാവുക എന്നതാണ്. ഏതർത്ഥത്തിൽ നോക്കിയാലും പ്രിയപ്പെട്ടവരെ, തൗഹീദി പ്രഭാഷണങ്ങളിലെല്ലാം നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരായത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. സൂറത്തുൻ നൂറിന്റെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ് വഅദല്ലാഹ്, അല്ലാഹു വാഗ്ദാനം നൽകുകയാണ്. ആർക്കാണ് വാഗ്ദാനം നൽകുന്നത്? അല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, നിങ്ങളിൽ വിശ്വസിച്ചവർക്കും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർക്കും അല്ലാഹു അതാ വാഗ്ദാനം നൽകുകയാണ്. എന്തൊക്കെയാണ് ആ വാഗ്ദാനങ്ങൾ? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് ഈ ഭൂമിയെ അനന്തരമാക്കി തരാം. നിങ്ങളുടെ മുൻഗാമികളായ, നിങ്ങളുടെ പൂർവഗാമികൾക്ക്, പൂർവസൂരികളായ മനുഷ്യർക്ക് ഈ ഭൂമിയെ അധീനപ്പെടുത്തി കൊടുത്തതുപോലെ നിങ്ങൾക്കും ഈ ഭൂമിയെ അധീനപ്പെടുത്തി തരാം. വലയുമക്കിനന്നഹുമുല്ലദീ ദീനഹുമുല്ലദീ ഇർതദാ ലഹും, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു നൽകിയ ഈ മതമുണ്ടല്ലോ, ആ മതത്തിന് പ്രാമുഖ്യവും പ്രാധാന്യവും നൽകാം. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, ഒരുപാട് ഭയപ്പാടുകൾക്ക് ശേഷം ആ ഭയപ്പാടിന്റെ കരിമ്പടങ്ങൾ മുഴുവൻ നീക്കിക്കൊണ്ട് നിർഭയത്വത്തിന്റെ പുതിയ സൂര്യോദയത്തെ ഞാൻ നിങ്ങൾക്ക് നൽകാം. പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഉമ്മത്തിനോടാണ് ഈ പറയുന്നത്, ഉമ്മത്തിനോടാണ് ഈ സംസാരിക്കുന്നത്.
വിളിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് അഭിസംബോധനയുണ്ട്. യാ അയ്യുഹന്നാസ് എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന കഫറൂ എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്. ഇത് വിശ്വാസികളോട് ഖാസ്വായിട്ട് പറഞ്ഞതാണ്, വിശ്വാസികളോട് പ്രത്യേകമായി പറയുന്നതാണ്. അല്ലാഹു പറയുകയാണ്, വിശ്വസിച്ചവരെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ യഅ്ബുദൂനനീ ലാ യുശ്രികൂന ബി ശൈആ, എന്നിൽ പങ്കു ചേർക്കാതെ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കാൻ തുടങ്ങിയാൽ, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയാൽ മുകളിൽ പറഞ്ഞ 3 വാഗ്ദാനങ്ങളും നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. മോചനത്തിന്റെ സമവാക്യം എന്താണ്? അതിലാ ഇലാഹ ഇല്ലല്ലയാണ്. സമാധാനത്തിന്റെ സമവാക്യം എന്താണ്? അതിലാ ഇലാഹ ഇല്ലല്ലയാണ്. പ്രാബല്യത്തിന്റെ സമവാക്യം എന്താണ്? അതിലാ ഇലാഹ ഇല്ലല്ലയാണ്. ഇസ്സത്തിന്റെ സമവാക്യം എന്താണ്? അതിലാ ഇലാഹ ഇല്ലല്ലയാണ്. വിമോചനത്തിന്റെ സമവാക്യം എന്താണ്? അതിലാ ഇലാഹ ഇല്ലല്ലയാണ്. അടിച്ചമർത്തപ്പെടുന്ന ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടാനുള്ളതിന്റെ സമവാക്യം എന്താണ്? അതിലാ ഇലാഹ ഇല്ലല്ലയാണ്. നിർഭയത്വത്തിന്റെ സമവാക്യം എന്താണ്? അത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. ലോകം മുഴുവൻ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ യഥാർത്ഥ മോചനം കിടക്കുന്നത് ആയുധ പരിശീലനത്തിലല്ല, സൈന്യസംഘത്തിന്റെ പുരോഗമനത്തിലല്ല, അതുപോലെ തന്നെ കളരിയിലോ കരാട്ടയുടെയോ പരിശീലനത്തിലല്ല, മറിച്ച് ഉമ്മത്തിന്റെ മോചനം കിടക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലയിലൂടെയാണ്. ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും അടിച്ചമർത്തപ്പെടുന്നവരുടെ ഉമ്മത്തുകളെ മോചിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലയിലൂടെ ാണ്. ആയത്തിന്റെ ഓരോ ഭാഗവും എടുത്ത് പരിശോധിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ. അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ ശിർക്ക് ചെയ്യാതിരുന്നാൽ, അല്ലാഹുവിൽ പങ്കു ചേർക്കാതിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന 3 കാര്യങ്ങൾ എന്താണ്? ഒന്നാമത്തത്, ഈ ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് അനന്തരമാക്കി തരാം. അള്ളാന്റെ റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോ ഹിജ്റ ചെയ്തു പോകുകയാണ്. മക്കക്കാരുടെ കണ്ണ് വെട്ടിച്ചിട്ടാണ് പോകുന്നത്. കയ്യിൽ കെട്ടിക്കളഞ്ഞാൽ, കയ്യിൽ കിട്ടിയാൽ കൊല്ലാൻ നിൽക്കുകയാണ് മക്കയിലെ ഖുറൈശികൾ, ശത്രുക്കൾ. ആ സമയം പ്രവാചകനദാ മദീനയിലേക്ക് അങ്ങനെ പോകുമ്പോ ഖുറൈശി കൂട്ടത്തിലെ പ്രമാണിമാര് പറയുകയാണ്, ആരെങ്കിലും മുഹമ്മദിനെയോ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെയോ റളിയല്ലാഹു അൻ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു തന്നാൽ ചുവന്ന 100 ഒട്ടകങ്ങളെ അവർക്ക് സമ്മാനമായി നൽകുന്നതാണ്. അള്ളാന്റെ റസൂലിനെ കൊന്നാൽ 100 ചുവന്ന ഒട്ടകങ്ങൾ സമ്മാനമായി നൽകുമെന്ന് ഖുറൈശികൾ അതാ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മക്കയിലെ യുവാക്കൾ അടങ്ങിയിരിക്കുമോ? മക്കയിലെ ശിരസിലൂടെ രക്തമോടുന്ന, മക്കയിലെ സിരകളിലൂടെ രക്തമോടുന്ന യുവാക്കൾ അടങ്ങിയിരിക്കുമോ? അവരതാ നാടിന്റെ 4 മൂലകളിലേക്കും ഇറങ്ങിത്തിരിക്കുകയാണ്. മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിക്കാൻ, അബൂബക്കറിനെ പിടിക്കാൻ, എന്നിട്ട് അവരെ കൊല്ലാൻ, അല്ലെങ്കിൽ തടവുകാരായിട്ട് കൊണ്ടുവരാൻ. ഈ സമയത്താണ് സുറാഖ എന്ന് പറയുന്ന മനുഷ്യനും ഈ ഒരു വിവരത്തെ കുറിച്ച് അറിയുന്നത്. മുഹമ്മദിനെയോ അബൂബക്കറിനെയോ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 100 ഒട്ടകങ്ങൾ സമ്മാനമായി കിട്ടുമെന്ന വിവരം സുറാഖ അറിയുന്നത് ഈ സമയത്താണ്. സുറാഖയും അതാ കിട്ടിയ വിവരമനുസരിച്ച് ആ ദിക്കിലേക്ക് യാത്രയാവുകയാണ്, ആ ഭാഗത്തേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം കുതിരയോട് ചതിവേഗത്തിൽ പോയപ്പോ 3 വ്യക്തികളെ കാണുന്ന 3 വ്യക്തികൾ അതാ അങ്ങനെ സഞ്ചരിക്കുകയാണ്. ആരോർക്കും പരിചയമില്ലാത്ത അജ്ഞാതമായൊരു വഴിയിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. ഒന്നാമത്തെ ആള് മുന്നിൽ നിന്നങ്ങനെ അവർക്ക് വഴി കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. രണ്ടാമത്തെ മനുഷ്യൻ ഇടത്തോട്ടും വലത്തോട്ടും വളരെ ബേജാറോടെ നോക്കിയിട്ടാണ് നടക്കുന്നത്. മൂന്നാമത്തെ മനുഷ്യൻ ഒരു പേടിയുമില്ലാതെ, ഭയവുമില്ലാതെ, സമാധാന ചിത്തനായി മദീനയുടെ ദിക്കിലേക്ക് അങ്ങനെ നടക്കുകയാണ്. അത് മറ്റാരുമായിരുന്നില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ സുറാഖ തന്നെ വിവരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാനിങ്ങനെ കുതിരയോടിച്ചു പോയി അവരുടെ അടുത്തെത്താനാകുമ്പോ എന്റെ കുതിരയുടെ കാലുകളതാ മണ്ണിലേക്ക് ആഴ്ന്നു പോകുകയാണ്. എന്റെ കുതിര മുന്നോട്ട് പോകുന്നില്ല, എന്റെ കുതിര മുന്നോട്ട് ചലിക്കുന്നില്ല. ഞാൻ ആ കുതിരയെ ഒരുവിധം പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും മുന്നോട്ട് പോകാൻ നോക്കിയപ്പോ ആ കുതിര അതാ വീണ്ടും നിൽക്കുകയാണ്, അത് മുന്നോട്ട് ചലിക്കുന്നില്ല. എന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയപ്പാട് പിടികൂടുകയാണ്, എന്റെ മനസ്സിൽ വല്ലാത്തൊരു ബേജാറുണ്ടാവുകയാണ്. അവരെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് ഞാൻ എന്റെ മനസ്സുകൊണ്ട് സമ്മതിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യരെ ഞാൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്,
മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ സമയം പ്രവാചകനദാ സുറാഖക്ക് അനുമതി കൊടുക്കുകയാണ്. അങ്ങനെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് സുറാഖയദാ അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് നടന്നു പോകുകയാണ്. കൊല്ലാൻ വന്ന ആ മനുഷ്യനുണ്ടല്ലോ, തടവിലാക്കാൻ വന്ന ആ മനുഷ്യനുണ്ടല്ലോ, പ്രവാചകനോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? മുഹമ്മദേ, എനിക്ക് നീ ഒരു എഴുത്തു തരണം സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് താങ്കൾ ഒരു എഴുത്തു തരണം. ആ എഴുത്ത് എന്താണെന്നറിയുമോ? ഒരു കാലത്ത് ഈ മക്കയിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം, ഈ മക്ക മുഴുവൻ നിങ്ങളുടെ കാൽ കീഴിലാകുമെന്ന് എനിക്കറിയാം. ആ കാലത്ത് സുറാഖയെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ വധിച്ചു കളയില്ല, നിങ്ങൾ ഉപദ്രവിക്കില്ല എന്നുറപ്പ് ഞങ്ങൾക്ക് തരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, തലയെറുക്കാൻ വന്ന മനുഷ്യൻ, ആ മനുഷ്യൻ പോലും മനസ്സിലാക്കുകയാണ് അള്ളാഹു കാണിച്ച അമാനുഷികമായ ചില അടയാളങ്ങളിലൂടെ അയാൾ മനസ്സിലാക്കുകയാണ് ഈ മനുഷ്യനൊരു തിരിച്ചുവരവുണ്ട്, മക്കയിലേക്ക് ഈ മനുഷ്യനൊരു തിരിച്ചുവരവുണ്ട്. എന്നിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങുകയാണ്. ആ എഴുത്തു വാങ്ങിയിട്ട് അബൂബക്കർ സിദ്ദീഖ് എഴുതി കൊടുക്കുന്നു, അള്ളാന്റെ റസൂൽ മുദ്ര വെക്കുന്നു. ആ എഴുത്തും വാങ്ങിയിട്ട് മക്ക കീഴടക്കുമെന്ന്, മുഹമ്മദ് നാളെ മക്ക കീഴടക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച് സുറാഖ തിരിഞ്ഞു നടക്കുമ്പോ അള്ളാന്റെ റസൂൽ സുറാഖയെ വിളിച്ചിട്ട് പറയുകയാണ്, സുറാഖ, ഒരു കാലഘട്ടം വരാനുണ്ട്, കിസ്റായുടെ ചക്രവർത്തിയുടെ വളകളുണ്ടല്ലോ, അറാബിയായ നിന്റെ കയ്യിലേക്ക് അണിയിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. മക്ക കീഴടക്കുമെന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യനോട് അള്ളാന്റെ റസൂല് പറയുകയാണ്, പേർഷ്യയും റോമും ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നൊരു കാലമുണ്ട്, അറേബ്യയുടെ കീഴിലേക്ക് വരുന്നൊരു കാലമുണ്ട് എന്ന് അള്ളാന്റെ റസൂൽ അതാ പറഞ്ഞു കൊടുക്കുകയാണ്. തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്ന സ്വഭാവം പ്രവാചകനില്ലല്ലോ. ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് കിട്ടുന്ന വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവാചകൻ ഇത്തരം കാര്യങ്ങൾ പറയില്ല. പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കിസ്റ കീഴടങ്ങി, പേർഷ്യ കീഴടങ്ങി, റോം കീഴടങ്ങി. ആ കിസ്റ ചക്രവർത്തിയുടെ ആഭരണങ്ങൾ ഗനീമത്ത് സ്വത്തായി മദീനയിലേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോ അന്ന് സുറാഖ മുസ്ലിമായിട്ടുണ്ട്, അന്ന് സുറാഖ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ സുറാഖയുടെ കയ്യിലേക്ക് അള്ളാന്റെ റസൂലിന്റെ പ്രവചന പ്രകാരം രണ്ടാമത്തെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു അതങ്ങ് അണിയിച്ചു കൊടുത്തിട്ടുണ്ട്. ചരിത്രമാണിത്. ആ ചരിത്രം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അവകാശങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം, പകരം തരാമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അധികാരം നിങ്ങൾക്ക് നൽകാമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തടവിലായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ രണ്ട് കൂട്ടുകാർ അദ്ദേഹത്തോട് സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ച് ചോദിക്കുകയാണ്. ആ സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ച് ചോദിച്ചപ്പോ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദ്യത്തെ മറുപടി എന്താണെന്നറിയുമോ? യാ സ്വാഹിബൈ സിജ്ൻ, അല്ലയോ ജയിലിലെ എന്റെ കൂട്ടുകാരെ, അർബാബും മുതഫർരിഖൂന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. വിഭഗ്നങ്ങളായ ഒരുപാട് ദൈവങ്ങളാണോ? അതല്ല, ഏകനായ സർവാധിപതിയായ ഒരു പടച്ചോനാണോ? ഏതാണ് ഖൈർ എന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ വെച്ച് പ്രബോധനം നടത്തുകയാണ്. പിന്നീട് ആ യൂസുഫ് നബിയെ നമുക്ക് കാണാൻ കഴിയുക ഈജിപ്തിന്റെ സിംഹാസനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂല് മക്കയിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോ മക്കയെ കാണുന്ന ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, മക്ക, ഒരുവിധം എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ നിന്നെ വിട്ടുപോകുമായിരുന്നില്ല, നിന്നെ ഉപേക്ഷിച്ചു പോകുമായിരുന്നില്ല. അതേ പ്രവാചകൻ ഒരു ദശകത്തിനുള്ളിൽ തന്നെ ആ മക്കയിലേക്ക് വലിയ വിജയവുമായി തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ എന്ന ആയത്തിലൂടെ അല്ലാഹു മുൻകൂട്ടി പറഞ്ഞു കൊടുത്ത ആ വലിയ ഫതഹിലേക്ക്, ആ വലിയ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് പ്രവാചകൻ അതിനുവേണ്ടി ചെയ്തത്? പ്രിയപ്പെട്ടവരെ, സൈന്യ സന്നാഹങ്ങൾ ഉണ്ടാക്കലല്ല, ആയുധങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്തത്. അള്ളാന്റെ റസൂലിന്റെ നുബുവത്തിന്റെ ഭൂരിപക്ഷ വ്യാഴവട്ട കാലഘട്ടവും കഴിഞ്ഞു പോയത് ഇലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ്.
ഈ തൗഹീദ് പറഞ്ഞിട്ടാണ്, ആ ചരിത്രം സ്മരിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് അവരുടെ അവകാശപ്പെട്ട ഭൂമി അധീനപ്പെടുത്തി കൊടുത്തതുപോലെ നിങ്ങൾക്കും നാം അധീനപ്പെടുത്തി തരാം. പ്രിയപ്പെട്ടവരെ, ഫലസ്തീൻ നഷ്ടപ്പെടുമ്പോ, ഉയ്ഗർ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ, മ്യാൻമാറിലെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ, മോചനത്തിന്റെ സമവാക്യമായി മുസ്ലിം ഉമ്മത്തിന്, മുജാഹിദുകൾക്ക്, സലഫികൾക്ക്, മുവഹിദുകൾക്ക് പറയാനുള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമതായി അല്ലാഹു പറയുന്ന വാഗ്ദാനം എന്താണ്? നിങ്ങൾക്ക് നൽകി ദീനുണ്ടല്ലോ, വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്ന ഈ ദീനുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ തൃപ്തി ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ. അതല്ലാത്തൊരു മതത്തിലും പ്രപഞ്ച സൃഷ്ടാവിന്റെ തൃപ്തിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. വെറുതെ ഒരു തരല്ല, തൃപ്തിപ്പെട്ടിട്ടാണ് അല്ലാഹു നൽകുന്നത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുത്ത് മതം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ, ആരെങ്കിലും പരിശുദ്ധ ഇസ്ലാം അല്ലാത്തൊരു മതത്തെ ദീനായി തിരഞ്ഞെടുത്താൽ ഫലൻ യുഖ്ബല മിൻ, അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ ആഖിറത്തിൽ നഷ്ടക്കാരിൽ പെട്ടവനായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത് മതമൗലികവാദമല്ല പ്രിയപ്പെട്ടവരെ, ഇത് തീവ്രവാദമോ ഭീകരവാദമോ അല്ല, മറിച്ച് യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. ഇസ്ലാമാണ് അല്ലാഹുവിന്റെ അടുത്ത് തൃപ്തിപ്പെടപ്പെട്ട ദീനെന്ന് പറയുന്നത്. ആ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടതെന്ന ദീനുണ്ടല്ലോ, ആ ദീനിൽ നമ്മൾ തൃപ്തിപ്പെടേണ്ടതുണ്ട്. രാവിലെയും വൈകുന്നേരവും നമ്മോട് ചൊല്ലാൻ പഠിപ്പിച്ച ദിക്ർ എന്താണ്? റദീതു ബില്ലാഹി റബ്ബാ, ഞാൻ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് നബിയെ ഞാൻ എന്റെ പ്രവാചകനായും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ ഇസ്ലാമിന് പ്രാബല്യം നൽകാമെന്നാണ് പടച്ച റബ്ബ് പറഞ്ഞത്. ഏത് രീതിയിൽ പ്രാബല്യം നൽകാം? എല്ലാ അർത്ഥത്തിലുമുള്ള പ്രാബല്യം, എല്ലാ അർത്ഥത്തിലുമുള്ള ശക്തി, എല്ലാ അർത്ഥത്തിലുമുള്ള ഇസ്സത്ത്, എല്ലാ അർത്ഥത്തിലുമുള്ള ഉയർച്ച നിങ്ങൾക്ക് നൽകാം തൗഹീദിലൂടെ, ശിർക്ക് ഒഴിവാക്കുന്നതിലൂടെ. യഅ്ബുദൂനനി എന്ന് മാത്രമല്ല കേട്ടോ പടച്ചോൻ പറഞ്ഞത്, ലാ യുശ്രികൂന ബി ശൈആ, എന്നിലൊന്നിനെയും ശിർക്ക് ചെയ്യാതെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മതത്തിന് ഞാൻ പ്രാബല്യം നൽകാം. മുസ്ലിങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ, എത്ര സ്കൂളുകൾ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, എത്ര കോളേജുകൾ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിൽ എത്ര കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല കേട്ടോ. മുസ്ലിം ഉമ്മത്ത് എത്ര തന്നെ ഐക്യപ്പെട്ടിട്ടും കാര്യമില്ല കേട്ടോ. തൗഹീദ് ഇല്ലെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ കിടക്ക് കത്തിവെച്ചിട്ടാണ് ഈ പറയുന്നതൊക്കെ ചെയ്യുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും പ്രാബല്യം നേടുക സാധ്യമല്ല, നമുക്കൊരിക്കലും ഇസ്സത്ത് നേടുക സാധ്യമല്ല. മൂന്നാമതായി അല്ലാഹു പറയുകയാണ്, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, ഒരുപാട് ഭയപ്പാടുകൾ നിങ്ങളെ പിടികൂടിയിട്ടുണ്ട്, ഒരുപാട് ബേജാറുകൾ നിങ്ങളെ പിടികൂടിയിട്ടുണ്ട്. ആ ഭയപ്പാടുകൾ മുഴുവൻ ഞാൻ മാറ്റിത്തരാം. വലയുബദ്ദിലന്നഹും, എന്നിട്ട് ഞാൻ പകരം തരാം. എന്താണ് പകരം തരേണ്ടത്? അംനാ, നിർഭയത്വത്തെ ഞാൻ പകരം തരാം. നിർഭയത്വത്തിലേക്കുള്ള വഴി ഏതാണ് പ്രിയപ്പെട്ടവരെ? അല്ലദീന ആമനു, വിശ്വസിച്ചവർ, വലം യൽബിസൂ ഈമാനഹും ബിദുൽം, അവർ ഈമാനിൽ വിശ്വാസത്തിൽ ദുൽമ കലർത്തിയിട്ടില്ല. ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. വഉലാ വഹും മുഹ്തദൂൻ, അവരാണ് നിർമാർഗം പ്രാപിച്ച ആളുകൾ. തൗഹീദ് നേടിയെടുത്താൽ മാത്രമേ നിർഭയത്വം ഉണ്ടാവുകയുള്ളൂ. എത്ര വലിയ ഭരണാധികാരിയാകട്ടെ, എത്ര വലിയ സൈന്യസന്നാഹമാകട്ടെ, എത്ര കഠിനമായ ആയുധമാകട്ടെ, അതിന്റെ മുന്നിൽ ഒരു മനുഷ്യന് നിർഭയത്വം കിട്ടണമെങ്കിൽ അവന് തൗഹീദ് നേടിയേ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ സൂറ ആല ഇംറാനിൽ അല്ലാഹു നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ അവരോട് പറയുകയാണ്, ജനങ്ങൾ അവരോട് പറയുന്നു, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ജനങ്ങൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു, ആളുകൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു.
ജീവിച്ചിരിക്കുന്നു, നിങ്ങൾ കുറച്ച് മാത്രമേ ഉള്ളൂ. നിങ്ങളിതാ കൊല്ലപ്പെടാൻ പോകുന്നു, നിങ്ങളിതാ ഭവനഭേദനം നടത്തപ്പെടാൻ പോകുന്നു, നിങ്ങളിതാ കൊള്ളയടിക്കപ്പെടാൻ പോകുന്നു, നിങ്ങളിതാ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നു. ജനങ്ങളിതാ നിങ്ങൾക്കെതിരെ സംഘടിച്ചിട്ടുണ്ടെന്ന് അവരോട് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിന്റെ പ്രതികരണം എന്താണെന്നറിയുമോ? ഫസാദഹും ഈമാനാ. വല്ലാത്തൊരു വചനമാണ് പ്രിയപ്പെട്ടവരെ, കണ്ണ് നിറക്കേണ്ട വചനമാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ ഗ്രാഫ് ഉയർത്തേണ്ട വചനമാണ്. നമ്മുടെ മനസ്സുകളിൽ ഈമാനിന്റെ സാഗരം മലതല്ലേണ്ട വചനമാണ്. വഖാലു, എന്നിട്ട് അവർ പറയുകയാണ്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾ പ്രതീക്ഷിച്ചത് ആൾക്കൂട്ടത്തെയല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഭരണാധികാരികളെയല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചത് ആയുധങ്ങളെയല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചത് സൈന്യസന്നാഹത്തെയല്ല, പിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ആരെയാണ്? ഹസ്ബുനല്ലാഹ്, അല്ലാഹുവിനെയാണ്. ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾക്ക് അല്ലാഹു മതി. വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉന്നതൻ അവൻ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ ഭൗതികമായ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും തൗഹീദ് മനസ്സിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഭയമില്ല കേട്ടോ, അവന് പതർച്ചയില്ല, അവൻ പിറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടിട്ട് ഇസ്ലാം സ്വീകരിച്ച സാഹിര്യങ്ങളുടെ കഥ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ത്വാഹയിൽ അല്ലാഹ് പറഞ്ഞു തരുന്നുണ്ട്. മൂസാ നബിയുടെ വടിയങ്ങ് താഴേക്കിട്ടപ്പോ ആ വടി യഥാർത്ഥ പാമ്പായി മാറി. അവരുടെ മായാജാല വിദ്യകൾ മുഴുവൻ വിഴുങ്ങിക്കളഞ്ഞപ്പോ അവരതാ മനസ്സിലാക്കുകയാണ്, നമ്മൾ കാണിക്കുന്നത് പോലെയുള്ള ചെപ്പടി വിദ്യകളല്ല മൂസ കാണിക്കുന്നത്. വഉൽഖിയ സഹറതു സാജിദീൻ ഖാലൂ ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വഹാറൂൻ. അവര് നേരെ അതാ സുജൂദിലേക്ക് വീഴുകയാണ്. ആരുടെ മുന്നിലാണ് സുജൂദിലേക്ക് വീഴുന്നത്? അവര് പറയുകയാണ്, ആമന്നാ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ബിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആരുടെ മുന്നിലാണ് പ്രഖ്യാപിക്കുന്നതെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ? അന റബ്ബുക്കുമുൽ ആലാ, അന റബ്ബുക്കുമുൽ ആലാ, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവെന്ന് പറഞ്ഞ് ആളുകളെ ക്രൂരമായി കുന്നുകളയുന്ന, ചോരപ്പൈതങ്ങളെ പോലും തലയെറുത്തു കൊല്ലാൻ മടിക്കാത്ത കിരാതനായ രാക്ഷസനായ ധിക്കാരിയായ അഹങ്കാരിയായ ഫിർഔനിന്റെ മുന്നിൽ വെച്ചാണ് പ്രഖ്യാപിക്കുന്നത്, ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുകയാണ്. എന്നിട്ടും അവർ അവസാനിപ്പിച്ചില്ല, അവരൊന്നുകൂടി സ്പെസിഫൈ ചെയ്യുകയാണ്, റബ്ബി മൂസാ വഹാറൂൻ, മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ ഞങ്ങൾ ഇതാ വിശ്വസിക്കുകയാണ്. പ്രത്യാഘാതങ്ങളെ കുറിച്ച് അറിയാഞ്ഞിട്ടില്ല, വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാഞ്ഞിട്ടില്ല. അവര് ഭയന്നത് എന്താണോ അത് തന്നെ സംഭവിക്കുകയാണ്. ഫിർഔൻ പറയുകയാണ്, ലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ് ثم لأصلبنكم أجمعين, കൈകാലുകൾ ഞാൻ വെട്ടിക്കളയുമേ, എന്നിട്ട് നിങ്ങളെ കുരിശിന്റെ മുകളിൽ തറച്ച് ക്രൂരമായി ഞാൻ കൊന്നുകളയുകയും ചെയ്യും. ഫിർഔന്റെ വാക്ക് വെറുതെ പറയുന്നതല്ല. എത്രയോ മനുഷ്യന്മാരെ കൊന്ന് കൊലവിളിച്ച ചരിത്രം ഫിർഔനിനുണ്ട്. ആ ഫിർഔൻ അത് ചെയ്യുകയും ചെയ്യുമെന്ന് അവർക്കറിയാം. അവരുടെ മറുപടി എന്താണെന്നറിയുമോ? വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ, ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ് ഫിർഔനെ? ഞങ്ങളിൽ നിന്ന് വന്ന അബദ്ധം എന്താണ്? ഞങ്ങളിലേക്കൊരു ആയത്ത് വന്നപ്പോൾ, ദൃഷ്ടാന്തം വന്നപ്പോ, ഈ മൂസ യഥാർത്ഥ പ്രവാചകനാണെന്നുള്ളൊരു ദൃഷ്ടാന്തം വന്നപ്പോ ഞങ്ങളതിൽ വിശ്വസിച്ചതാണോ ഞങ്ങളെടുത്ത് വന്ന തെറ്റെന്ന് ഫിർഔനോട് അവർ ചോദിക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ലൻ ഉസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്ത്, ഞങ്ങൾക്ക് വന്നെത്തിയ ഈ വ്യക്തതയുണ്ടല്ലോ, ഞങ്ങളുടെ റബ്ബിനെ കുറിച്ച് കിട്ടിയ ഈ വ്യക്തതയുണ്ടല്ലോ, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഈ തിരിച്ചറിവുണ്ടല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ നിന്റെ അധികാരത്തെ ഭയക്കുന്നില്ല, നിന്റെ സൈന്യത്തെ ഭയക്കുന്നില്ല, നിന്റെ അക്രമത്തെ ഭയക്കുന്നില്ല.
ഞങ്ങളിലേക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണേ. ഈ ഫിർഔൻ എന്ത് ചെയ്യുമെന്നറിയില്ല, ഏത് രീതിയിൽ ആക്രമിക്കുമെന്നറിയില്ല, ഏത് രീതിയിലാണ് പീഡിപ്പിക്കാൻ പോകുന്നതെന്നറിയില്ല. എന്തൊക്കെ പീഡനങ്ങൾ വന്നാലും എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ഈ തൗഹീദിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണം റബ്ബേ. അതിനുള്ള ക്ഷമ ഞങ്ങൾക്ക് നൽകണം റബ്ബേ. അവസാനം പിടഞ്ഞ് 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 ഞങ്ങൾ മരിക്കുമ്പോ വതവഫനാ മുസ്ലിമീൻ, മുസ്ലിങ്ങളായി കൊണ്ട് ഞങ്ങൾ നീ മരിപ്പിക്കുകയും ചെയ്യണം റബ്ബേ. ആ നിർഭയത്വം പ്രിയപ്പെട്ടവരെ, കൊലക്കത്തിക്ക് മുന്നിലും പതറിപ്പോകാത്ത നിർഭയത്വമുണ്ടല്ലോ. രാജാധികാരത്തിന്റെ മുന്നിലും ഭയപ്പെട്ടു പോകാത്ത, പതറിപ്പോകാത്ത നിർഭയത്വമുണ്ടല്ലോ. ആ നിർഭയത്വം പകരം തരാമെന്നാണ് അള്ളാഹു പറയുന്നത്. എന്ത് വേണം? തൗഹീദ് വേണം. അല്ലെങ്കിൽ പതറിപ്പോവും, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ വരുമ്പം പതറിപ്പോകും. തൗഹീദ് ഉള്ളവൻ പതറില്ല. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ബില്ല് പാസ്സാവുകയാണ്, നിന്റെ സ്വത്ത് നഷ്ടപ്പെടുകയാണ്, നീ വല്ല രാജ്യത്തേക്കും പോകേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നവരുണ്ട്, സമാധാനം നഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് എന്താണ് പ്രിയപ്പെട്ടവരെ? ഖുൽ, നബിയെ പറയുക, പറയാൻ പഠിപ്പിക്കുക. എന്താണ്? ലൈ യുസീബനാ, ഞങ്ങളെ ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് എഴുതിയതല്ലാതെ ഞങ്ങൾക്ക് ബാധിക്കുകയില്ല. വ മൗലാനാ, ഞങ്ങളുടെ രക്ഷാധികാരി അവൻ മാത്രമാണ്, അവൻ മാത്രമാണ്. രാഷ്ട്രീയ ജീവിതത്തിലും പൊതുജീവിതത്തിലും തൗഹീദിലൂടെ നേടിയെടുക്കുന്ന നിർഭയത്വത്തെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിലുള്ള നിർഭയത്വം കൂടിയുണ്ട്. മുന്നിൽ, വീടിന്റെ മുന്നിലേക്ക് പച്ചശാളും വിരിച്ചിട്ട് ഒരു മനുഷ്യൻ വരികയാണ്, എന്നിട്ട് പറയുകയാണ്, ഈ വീട് പൊളിച്ചിട്ട് നിങ്ങൾ വേറെ വീട്ടിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ ഇവിടെ ദുർമരണം നടക്കുമെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ മുസ്ലിം സമുദായത്തിൽ 70% വരുന്ന ആളുകളും ആ വർത്തമാനത്തിൽ പേടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആ വർത്തമാനത്തിൽ അവരുടെ സമാധാനം കെടാൻ സാധ്യതയുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ദഅവത്ത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം അദ്ദേഹത്തിന് ചെറിയ ചില അസുഖങ്ങൾ വരികയാണ്, ചെറിയ ചില പ്രയാസങ്ങൾ വരികയാണ്. ആ സമയത്ത് ആ നാട്ടിലെ ആളുകൾ മുഴുവൻ, ആ നാട്ടിലെ ബഹുദൈവാരാധകരായ മനുഷ്യർ മുഴുവൻ വന്നിട്ട് ഹൂദ് നബിയോട് പറയുകയാണ്, ഇന്നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹതിനാ ബിസൂ, ഞങ്ങളുടെ ഇലാഹുകളിൽ നിന്ന് എന്തോ ഒരു ഷർറ് നിന്നെ ബാധിച്ചിട്ടുണ്ട്, എന്തോ ഒരു കുഴപ്പം നിന്നെ ബാധിച്ചിട്ടുണ്ട്. ഹൂദേ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ ഇലാഹുകളോട് കളിക്കാൻ പാടില്ല, ഞങ്ങളുടെ ആരാധ്യരോട്, ദൈവങ്ങളോട് കളിക്കാൻ പാടില്ലെന്ന് ഹൂദേ നിന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതിന്റെ മറുപടി എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഹൂദ് നബി പറയുകയാണ്, ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ്, ഞാനിതാ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്, അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുക, അള്ളാഹുവിനോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. വഷ്ഹദൂ, നിങ്ങളും സാക്ഷ്യം വഹിച്ചുകൊള്ളുക, അന്നീ ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ പങ്കുചേർക്കുന്ന ദൈവത്തെ എനിക്ക് പേടിയില്ലടോ, നിങ്ങൾ പങ്കുചേർക്കുന്ന അള്ളാഹുവിന്റെ പങ്കുകാരെ എനിക്ക് പേടിയില്ലടോ. മിൻ ദൂനിഹി ഫകീദൂനി ജമീഅ അവന് പുറമെയുള്ള നിങ്ങളുടെ സകലരെയും വിളിച്ചുകൊണ്ട് നിങ്ങൾക്കാവുന്ന നിങ്ങൾ ചെയ്തു കൊള്ളുക, നിങ്ങൾക്ക് പറ്റുന്ന കുതന്ത്രങ്ങൾ മുഴുവനും നിങ്ങൾ ചെയ്തു കൊള്ളുക, നിങ്ങളെ ഞാൻ പരിഗണിക്കുകയേയില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്നി തവക്കൽതു അലല്ലാഹ്, ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, നിങ്ങളുടെയും എന്റെയും രക്ഷിതാവായ അല്ലാഹുവിൽ ഞാൻ ഇതാ പരമേൽപ്പിക്കുകയാണ്. മാമിൻ ഈ ഭൂമിയിൽ ഒരു ജീവിവർഗം പോലുമില്ല, അതിന്റെ കുടുമയിൽ അല്ലാഹു പിടിച്ചിട്ടല്ലാതെ, അത് എത്ര ചെറിയ വൈറസ് ആകട്ടെ, എത്ര ചെറിയ ബാക്ടീരിയ ആകട്ടെ, എത്ര വലിയ ഭീമാകാരമായ തിമിംഗലമാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, തമോഗർത്തങ്ങളാകട്ടെ, ഗ്രഹങ്ങളാകട്ടെ, മനുഷ്യനറിയാത്ത പ്രതിഭാസങ്ങളാകട്ടെ, അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒന്ന് ഈ ഭൂമി ലോകത്തില്ല എന്ന് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു നിർഭയത്വം പ്രിയപ്പെട്ടവരെ തൗഹീദിലൂടെ അല്ലാതെ മറ്റെവിടുന്നാണ് നമുക്ക് ലഭിക്കുക? എവിടുന്നാണ് നമുക്ക് കിട്ടുക? ആ നിർഭയത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ വക്താക്കളും പ്രചാരകരുമായി നാം മാറേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയുമോ, ഈ ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും സകല അമ്പിയാക്കളും വന്നിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ?
എന്താണെന്നറിയോ? അഫ്ദലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ വചനം എന്താണെന്നറിയുമോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്. അല്ലാഹു അല്ലാതെ ആരാധന എന്നുള്ള വചനമാണ്. ആ വചനത്തെ തെളിയിക്കുന്നതിന് വേണ്ടിയാണ് മുഅ്ജിസാത്തുകൾ ഉണ്ടായത്. ആ വചനത്തെ തെളിയിക്കുന്നതിന് വേണ്ടിയാണ് കറാമത്തുകൾ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, കറാമത്തുകളുടെ യഥാർത്ഥ ഉറവിടം എവിടെയാണ്? ഔലിയാക്കളല്ല കേട്ടോ, അമ്പിയാക്കളല്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിഷ്പക്ഷരായ ആളുകളോട് ഈ ഒരുപാട് തവണ പറയപ്പെട്ടിട്ടുണ്ടാവും, വഹാബികൾ, ഈ വഹാബികളായ ആളുകൾ അവർ മുഅ്ജിസാത്തുകളെ നിഷേധിക്കുന്നവരാണ്, അവർ കറാമത്തുകളെ നിഷേധിക്കുന്നവരാണെന്ന് പറയപ്പെട്ടിട്ടുണ്ടാവും. വല്ലാഹി വല്ലാഹി വല്ലാഹ് സുമ്മ വല്ലാഹ്, മുജാഹിദ് പ്രസ്ഥാനം, സലഫികൾ, വഹാബികൾ എന്നിവർ വിളിക്കുന്ന ആളുകൾ മുഅ്ജിസത്തുകളെ നിഷേധിക്കുന്നവരല്ല, കറാമത്തുകളെ നിഷേധിക്കുന്നവരല്ല. മുഅ്ജിസത്ത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ മുഅ്ജിസത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രവാചകന് തോന്നുമ്പോൾ ആ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാൻ കഴിയും യില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ആ ചെങ്കടലിന്റെ മുന്നിൽ പിന്നിൽ നിന്ന് വരുന്ന ഊരിപ്പിടിച്ച വാളുമായി തലയിറക്കാൻ വേണ്ടി വരുന്ന ഫറോവയുടെയും ചക്രവർത്തിയുടെയും മുന്നിൽ നിന്നുള്ള രക്ഷ എന്താണെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള അനുയായികൾ പറയാൻ തുടങ്ങി, ഫലമ്മാ തറാ അൽ ജംആൻ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. മൂസാ, നമ്മൾ പിടിക്കപ്പെട്ടല്ലോ, മൂസാ നമ്മൾ കൊല്ലപ്പെടാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോ മൂസാ നബിയുടെ മറുപടി എന്താണ്? എന്റെ കയ്യിൽ വടിയുണ്ട്, ആ വടി കൊണ്ട് ഞാൻ കടലേക്ക് അടിക്കാൻ പോകുകയാണെന്ന് മൂസാ നബി പറഞ്ഞു. ഇല്ല, മറിച്ച് മൂസാ നബി പറഞ്ഞത് എന്താണ്? കല്ലാ ഖാല കല്ലാ ഇന്ന മഇ റബ്ബി സയഹ്ദീൻ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് കേട്ടോ. പറഞ്ഞതാണ്, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് കേട്ടോ. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ ആ വഴി ഏതാണെന്ന് മൂസാ നബിക്ക് അറിയുമോ? ഇല്ല. ആ വഴി ഏതാണെന്ന് മൂസാ നബിക്കറിയില്ല. അള്ളാഹു പറയുകയാണ്, മൂസാ, വഴി ഏതാണെന്നറിയുമോ? കയ്യിലുള്ള വടി കൊണ്ട് ആർത്തലക്കുന്ന കടലിന്റെ തിരമാലയിലേക്ക് നീ അടിക്കുക. അടിച്ച സമയമതാ തിരമാലകൾ രണ്ട് പർവ്വതങ്ങൾ പോലെ രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ്. അതിന്റെ നടുവിലൂടെ സുന്ദരമായ വഴി അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ മുഅ്ജിസത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മളും ഈ പറയുന്ന സമസ്തയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സമസ്ത പറയുന്നു, ഈ പറയുന്ന ആളുകൾ പറയുന്നു, മൂസാ നബിക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ മുഅ്ജിസത്തുകൾ പ്രകടിപ്പിക്കാൻ കഴിയുമെന്നാൽ മുജാഹിദുകൾ പറയുന്നു, സലഫികൾ പറയുന്നു, ഒരിക്കലുമില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുന്ന ഒരു അത്ഭുതങ്ങൾക്കാണ് മുഅ്ജിസാത്തുകൾ എന്ന് പറയുക. ഇതാണ് വ്യത്യാസം പ്രിയപ്പെട്ടവരെ. ഇത് തന്നെയാണ് കറാമത്ത്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ വലിയകൾ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. ഇല്ലാ കഥകളല്ല, കെട്ടുകഥകളല്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അലാ, നിങ്ങൾ അറിയണേ, ഇന്ന ഔലിയാ അല്ലാഹ്, നിശ്ചയം അല്ലാഹുവിന്റെ മിത്രങ്ങൾ, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പാടില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. എന്നിട്ട് അവരോട് പറയുകയാണ്, അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവർ വിശ്വസിക്കുന്നവരാണ്, തഖ്വയുള്ളവരാണ്, ഈമാനും തഖ്വയുമുള്ളവരാണ്. തഖ്വയുള്ളവരുടെ അടയാളം എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ദാലിക്കൽ കിതാബ്, ഇതാകുന്ന ഗ്രന്ഥം, ഹുദൽ ലാ റൈബ ഫീ, അതിൽ സംശയമേ ഇല്ല, ഹുദൽ ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് നേർമാർഗമാണ്. എന്നിട്ട് അടുത്ത രണ്ടായത്തുകളിൽ അല്ലാഹു പറയുകയാണ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂനസ് സ്വലാഹ വമിമ്മാ റസഖ്നാഹും യൂഫിഖൂൻ. എന്താ അല്ലാഹു പറയുന്നത്? അവർ ഈമാനുള്ളവരാണ്, നിസ്കരിക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്. നിസ്കരിക്കാത്തോൻ അല്ലാഹുവിന്റെ വലിയല്ല, സകാത്ത് കൊടുക്കാത്തോൻ അല്ലാഹുവിന്റെ വലിയല്ല, കുളിക്കാത്തോൻ അല്ലാഹുവിന്റെ വലിയല്ല, വുളൂ ചെയ്യാത്തോൻ അല്ലാഹുവിന്റെ വലിയല്ല. മനഭ്രംശം നഷ്ടപ്പെട്ട മനസ്സിന്റെ നില നഷ്ടപ്പെട്ടവർ അല്ലാഹുവിന്റെ വലിയല്ല, മറിച്ച് അല്ലാഹുവിന്റെ വലിയനെ നിങ്ങൾക്ക് കാണണോ? എല്ലാ ദിവസവും പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ സുഫില മനുഷ്യനുണ്ടാകും. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമായി കഴിഞ്ഞാൽ ആ മനുഷ്യന്
നോമ്പുണ്ടാകും, കൃത്യമായി സക്കാത്ത് കൊടുക്കും, സ്വതക്ക കൊടുക്കാനുള്ള അവസരവും ആ മനുഷ്യൻ പാഴാക്കി കളയുകയില്ല. നന്മകളിൽ മുൻകടന്ന് പോകുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കൾ എന്ന് പറയുന്നത്. അവർ നിസ്കരിക്കാത്തവരല്ല. ഹോട്ടലിൽ കയറി ചായ കുടിച്ചിട്ട് ചായയുടെ ബില്ല് ചോദിക്കുമ്പോൾ മുണ്ട് പൊക്കി കാണിക്കുന്നവരല്ല. ചായയുടെ ബില്ല് ചോദിക്കുമ്പോ തെറി പറയുന്നവരല്ല. അവരല്ല ഔലിയാക്കൾ കേട്ടോ. കുളിക്കാതെ നനക്കാതെ അരികിലേക്ക് പോകുമ്പോ തന്നെ ദുർഗന്ധം വമിക്കുന്ന വിധത്തിൽ വൃത്തികെട്ട് നടക്കുന്നവർ അല്ലാഹുവിന്റെ ഔലിയാക്കളല്ല. മുടിയും താടിയുമെല്ലാം ജടകെട്ടി നഖം മുറിക്കാതെ വൃത്തികെട്ട കോലത്തിൽ നടക്കുന്നവരെയല്ല പ്രിയപ്പെട്ടവരെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഈമാനും തഖ്വയും കൊണ്ട് ജീവിതത്തെ സമ്പുഷ്ടമാക്കിയ മനുഷ്യരാണ് ഔലിയാക്കൾ. ആ ഔലിയാക്കളിലൂടെ കറാമത്ത് വെളിവാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് അവരുദ്ദേശിക്കുന്ന സമയത്തല്ല, അവരാഗ്രഹിക്കുന്നത് പോലെയല്ല. ഒരാളൊരു വലിയന്റെ അടുത്ത് പോയി പറയുകയാണ്, എനിക്ക് കുട്ടിനെ തരണം, എന്റെ ആൺകുട്ടിയെ പെൺകുട്ടിയാക്കി മാറ്റണം. ആ മനുഷ്യനൊരു യഥാർത്ഥ വലിയാണെങ്കിൽ പിന്നെ ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുകയില്ല. കാരണം അയാൾ ചെയ്തത് പച്ച ശിർക്കാണ്, അയാൾ ചെയ്തത് തൗഹീദിന് ഘടകവിരുദ്ധമാണ്. ഒരു യഥാർത്ഥ വലിയന്റെ അടുത്ത് പോയിട്ട് ഇത്തരം കോപ്പിലാട്ടികൾ പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുകയില്ല പ്രിയപ്പെട്ടവരെ, മുഖത്തേക്ക് നോക്കുകയില്ല. കറാമത്തുകൾ യാഥാർത്ഥ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് കറാമത്തുകൾ ഉണ്ടായിട്ടില്ലേ? അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഉമറിന്റെ അടുത്തേക്ക് പിശാചുക്കൾ പോലും അടുക്കൂല കേട്ടോ. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്താണ്. പക്ഷെ പ്രവാചകൻ പറയുന്നത് വരെ അങ്ങനെ ഒരു കറാമത്ത് തനിക്കുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഹദീസിന്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നാടുനീളെ സ്റ്റേജ് കെട്ടിക്കൊണ്ട് ഈ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട്, രണ്ട് യാഥാർത്ഥ്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട്, രണ്ട് സത്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട്, രണ്ട് വസ്തുതകളുടെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ മുഴുവൻ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്ന, പൗരോഹിത്യത്തിലേക്ക് നയിക്കുന്ന, ശിർക്കിലേക്ക് നയിക്കുന്ന, ബിദ്അത്തിലേക്ക് നയിക്കുന്ന മനുഷ്യരോടൊന്നേ പറയാനുള്ളൂ, അള്ളാഹു മനുഷ്യരുടെ ഈമാനിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി കൊടുത്ത രണ്ട് സംഗതികളുണ്ടല്ലോ, ആ ഈമാനിനെ തകർക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത്. നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ വരേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ റബ്ബ് സ്നേഹസമ്പന്നനാണ്. എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് രണ്ട് സ്വഹാബികൾ വരികയാണ്. രണ്ട് ആറാബികളാണ് വരുന്നത്, കാട്ടറബികളാണ് വരുന്നത്. വിദ്യാഭ്യാസമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത രണ്ട് മനുഷ്യനാണ് പ്രവാചകന്റെ മുന്നിലേക്ക് വരുന്നത്. എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, റസൂലേ, നബിയേ, ഞങ്ങളുടെ പ്രവാചകൻ എവിടെയാണ്? ഞങ്ങളുടെ നബി എവിടെയാണ്? റബ്ബുനാ ഖരീബുൻ ഫനുനാജി അം ബഈദുൻ ഫനുനാദി. ഞങ്ങളുടെ രക്ഷിതാവ് സമീപസ്ഥനാണോ എങ്കിൽ അവനെ ഞങ്ങൾക്ക് വിളിച്ചു തേടേണ്ടതുണ്ട്. ഫനുനാദി അം ബഈദ്, അതല്ല വിദൂരതയിലാണോ? ഫനുനാദി, ഞങ്ങൾക്ക് അവനെ തൊണ്ട പൊട്ടി വിളിക്കേണ്ടതുണ്ട്. രണ്ട് ആറാബികളുടെ ചോദ്യത്തിന് ലോകത്തിന്റെ രക്ഷിതാവതാ മറുപടി നൽകുകയാണ്. ജിബ്രീൽ വരികയാണ്, ആയത്തോതി കൊടുക്കുകയാണ്. എന്താണ് ആയത്ത്? നബിയെ, എന്റെ അടിമകൾ അങ്ങയുടെ അടുത്തേക്ക് വരും, എന്നിട്ട് ചോദിക്കും, വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ അങ്ങയുടെ അടുത്തേക്ക് വന്നിട്ട് എന്നെ കുറിച്ച് അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം, നബിയെ, ഫഇന്നീ ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, ഒരു ചോദ്യകർത്താവ് വേദനിക്കുന്നവരൊരു തേട്ടം നടത്തിയാൽ ആ തേട്ടം കൃത്യമായി കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നവനാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വയറുവേദന വരികയാണ്, എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോകുകയാണ്, മരുന്ന് കഴിക്കുന്നു, വേദന മാറുന്നില്ല, വേദന കൂടുതൽ കലശലായി വരികയാണ്, കൂടുതലായി അങ്ങനെ വരികയാണ്. അവസാനം ഡോക്ടർ പറയുകയാണ്, നീ ഒരു ഗാസ്ട്രോനെ കാണിച്ചു നോക്കണം. അങ്ങനെ ഗാസ്ട്രോനെ കാണിച്ചു നോക്കുമ്പോൾ ഗാസ്ട്രോ പറയുകയാണ്, ഒരു കൊളനോസ്കോപ്പി ചെയ്ത് നോക്കേണ്ടതുണ്ട്, ഒരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഈ ടെസ്റ്റുകൾ മുഴുവൻ നടത്തിയിട്ട് ആ ടെസ്റ്റുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഡോക്ടർ പറയുകയാണ്, കൂടുതൽ ചെക്കപ്പുകൾ വേണ്ടി വരും, കാരണം നിങ്ങളുടെ വയറിന്റെ അകത്ത് ക്യാൻസർ ഉണ്ടോ എന്ന് സംശയമുണ്ട്. അവിടുന്ന് അങ്ങോട്ട് വീണ്ടും ടെസ്റ്റുകൾ നടത്തി അവസാനം ഡോക്ടർ പറയുകയാണ്, നമ്മുടെ ഉറ്റ ബന്ധുക്കളോട് പറയുകയാണ്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ സുഹൃത്തിനോട് പറയുകയാണ്, ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജാണ്, ഇനിയൊരു തിരിച്ചുവരവില്ല.
ഇനിയൊരു ഹോപ്പുമില്ല, ഇനിയൊരു പ്രതീക്ഷയുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ കണ്ടെത്തിയ വൈദ്യശാസ്ത്രത്തിന്റെ വാതിൽ അവിടെ അടയുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജും കഴിഞ്ഞ് വീണ്ടും ദശകങ്ങളോളം ജീവിച്ചവരുണ്ട്, 20-30 വർഷം ജീവിച്ചവരുണ്ട്, വാർദ്ധക്യം വരെ ജീവിച്ചവരുണ്ട്. അതാരുടെ അടയാളം, അതാരുടെ ഇടപെടലാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? വൈദ്യശാസ്ത്രത്തിന് കണ്ടെത്താൻ സാധിക്കാത്ത നിഗൂഢതകളുടെ റബ്ബായ അള്ളാഹുവിന്റെ ഇടപെടലാണ്. ഏത് വാതിലുകൾ അടഞ്ഞാലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു വാതിൽ അള്ളാഹുവിന്റെ വാതിലാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വാതിലടയുന്ന ഒരു കാര്യം ഈ ദുനിയാവിലില്ല. അള്ളാഹുവിന്റെ ശക്തി തോറ്റുപോകുന്ന ഒരു പ്രതിസന്ധി ഈ ദുനിയാവിലില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വിളിച്ചോ നീ അള്ളാഹുവിനെ, നിന്റെ പ്രതിസന്ധി എത്ര തന്നെ വലുതായാലും. പ്രിയപ്പെട്ടവരെ, മറ്റൊന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് നമ്മുടെ ചുറ്റിലും നിന്ന് നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. നമ്മളൊന്ന് കിടന്നുപോയാൽ, നമ്മളൊന്ന് തളർന്നു പോയാൽ, നാം നമ്മുടെ വീടിന്റെ കട്ടിലിന്റെ മുകളിൽ മാത്രം കിടന്ന് മലവിസർജനങ്ങൾ പോലും, മലമൂത്ര വിസർജനങ്ങൾ പോലും ആ കട്ടിലിൽ കിടന്നുകൊണ്ട് സാധിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കുടുംബത്തിന് നമ്മെ വേണ്ടാതെയാകും, നമ്മുടെ ഭാര്യയ്ക്കും ഭർത്താവിനും നമ്മെ വേണ്ടാതെയാകും, നമ്മുടെ മക്കൾക്ക് നമ്മെ വേണ്ടാതെയാകും, നമ്മുടെ സംഘടനയ്ക്ക് നമ്മുടെ വേണ്ടാതെയാകും, നമ്മുടെ മഹലിന് നമ്മെ വേണ്ടാതെയാകും. ആ സമയത്തും നമ്മൾ വിളിക്കുമ്പോ, ആരോഗ്യവാനായി നമ്മൾ വിളിക്കുന്ന സമയത്തു നമുക്ക് നൽകിയ അതേ പരിഗണന കിട്ടുന്ന ഒരേ സ്ഥലം മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിന്റെ സവിധമാണ്. നീ കിടന്നു പോയാലും അല്ലാഹു നിന്നെ സ്നേഹിക്കും, നീ നടക്കുന്നുണ്ടെങ്കിലും അല്ലാഹു നിന്നെ സ്നേഹിക്കും, നീ ദരിദ്രനായാലും അല്ലാഹു നിന്നെ സ്നേഹിക്കും, നീ സമ്പന്നനായാലും അല്ലാഹു നിന്നെ സ്നേഹിക്കും, നിനക്ക് ആരോഗ്യമുണ്ടെങ്കിലും അല്ലാഹു നിന്നെ സ്നേഹിക്കും, നീ രോഗിയാണെങ്കിലും അല്ലാഹു നിന്നെ സ്നേഹിക്കും. അതുകൊണ്ടാണ് റബ്ബിലേക്ക് പോകാൻ പറയുന്നത്. മനുഷ്യ മനസ്സിന്റെ വികാരതകളുടെ സങ്കീർണതകൾ അറിയുന്നവൻ അത് ലോകത്തിന്റെ രക്ഷിതാവ് മാത്രമാണ്. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നാമാണ് മനുഷ്യനെ പടച്ചത്. കണ്ണും കാതും കൈയും കാലും കൽബും കിഡ്നിയും എല്ലാം അവന് കൊടുത്തത് നാമാണ്. അവന്റെ ഹൃദയാന്തരങ്ങളിൽ അവനെ അലട്ടുന്ന വേദന എന്താണെന്ന് അറിയുന്നവൻ നാമാണ്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്ത, അവന്റെ ജീവനോടൊട്ടി നിൽക്കുന്ന അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്തിട്ടാണ് ഞാൻ അവനോട് കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വാത്സല്യം എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ. അള്ളാഹു പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക. ആരോട് പറയാനാണ് പറയുന്നത്? വിശ്വാസികളോട് പറയാനല്ല പറയുന്നത്, വിശ്വാസികളെ വിളിക്കാനല്ല പറയുന്നത്, മറിച്ച് കുറ്റം ചെയ്തു പോയ, തെറ്റ് ചെയ്തു പോയ മനുഷ്യരെ മുഴുവനും വിളിക്കാനാണ് പറയുന്നത്. എന്താണ് ആ വാക്ക് തന്നെ? എന്താണ്? യാ ഇബാദിയല്ലദീന അസ്റഫൂ. വല്ലാത്തൊരു വാക്കാണ് പ്രിയപ്പെട്ടവരെ. അക്ഷരാർത്ഥത്തിൽ ഇരുന്ന ഇരുപ്പിൽ പൊട്ടിക്കരഞ്ഞു പോകേണ്ട വാക്കാണ്. യാ ഇബാദിയല്ലദീന അസ്റഫൂ. അക്രമം ചെയ്തു പോയ എന്റെ അടിമകളെ, അതിരി കവിഞ്ഞു പോയ എന്റെ അടിമകളെ, വ്യഭിചരിച്ചവരെ, കട്ടവരെ, കുതികാൽവെപ്പ് നടത്തിയവരെ, പൂഴ്ത്തിവെച്ചവരെ, അതുപോലെ തന്നെ ശിർക്ക് ചെയ്തവരെ, വിദ്അത്ത് ചെയ്തവരെ മുഴുവനും വിളിച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്. എന്താണ് റബ്ബ് പറയുന്നത് എന്നറിയുമോ? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. പാപങ്ങൾ എത്ര വലുതാകട്ടെ അള്ളാഹു അതെല്ലാം പുറത്തു തരുന്നതാണ്, മാപ്പ് നൽകുന്നതാണ്. എത്ര സുന്ദരമായ വചനം നമ്മുടെ ഉമ്മയുടെ അടുത്ത് നിന്ന് കേൾക്കാൻ നമുക്ക് സാധ്യമല്ല, നമ്മുടെ ബാപ്പാടെ അടുത്ത് നിന്ന് കേൾക്കാൻ നമുക്ക് സാധ്യമല്ല. ഭാര്യയോ ഭർത്താവോ മക്കളോ ജ്യേഷ്ഠാനുജന്മാരോ നമ്മോട് പറയില്ല, അല്ലാഹ് മാത്രമേ പറയുള്ളൂ. പ്രിയപ്പെട്ടവരെ, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാത് അൻ തമീലു മൈലൻ അദീമാ. ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വല്ലാഹു യുരീദ്, അല്ലാഹു ഉദ്ദേശിക്കുകയാണ്, അയ്യതൂബ അലൈക്കും, നിങ്ങൾക്ക് തൗബ നൽകാൻ, നിങ്ങൾക്ക് പുറത്തു തരാൻ, നിങ്ങൾക്ക് മാപ്പ് നൽകാൻ. വയുരീദുല്ലദീന യത്തബിഊന അശ്ശഹവാത്. അല്ലാഹു അങ്ങനെ തൗബയിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോ, പാപമോചനത്തിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോ, സ്വർഗത്തിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോ, നിത്യമോചനത്തിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോ, ഷഹവാത്തുകളുടെ പിന്നാലെ, ശരീരത്തിന്റെ സുഖത്തിന്റെ പിന്നാലെ നിങ്ങൾ അങ്ങനെ പോകുകയാണ്.
പറയുകയാണ് അന്തമീലൂ മൈലൻ നദീമാ, അവനിൽ നിന്ന് വിദൂരം വിദൂരം അകലുന്നതിന് വേണ്ടി നിങ്ങളതാ തൗബയിൽ നിന്ന് വീണ്ടും വീണ്ടും നടന്നു പോകുകയാണ്, അകന്നു പോകുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ് യുരീദുല്ലാഹു ഐ യുഖഫിഫ അൻകും, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരാൻ ഉദ്ദേശിക്കുന്നു. പടച്ചോ, നിങ്ങൾ കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അല്ലാഹു ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് എളുപ്പമാക്കി തരാൻ റബ്ബ് ആഗ്രഹിക്കുന്നു. കാരണം മനുഷ്യനെ അല്ലാഹു പടച്ചത് അങ്ങേയറ്റത്തെ ദുർബലനായി കൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു അവനെ എളുപ്പമുണ്ടാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ അടുത്തേക്ക് പോകാനുള്ള, അല്ലാഹുവിന്റെ അടുത്തേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇലാഹി വഖഫ്തു ദുമൂഇ തസീൽ വഖൽബി ബിബാബിക ബാഖിൻ ദലീൽ. അല്ലാഹുവേ, അറബിയിലുള്ള ഒരു പദ്യമാണ്. റബ്ബേ, ഞാനിതാ നിന്റെ വാതിലിന്റെ മുന്നിൽ ഇരിക്കുകയാണ്, നിന്റെ പാപഭോജനത്തിന്റെ വാതിലിന്റെ മുന്നിൽ, നിന്റെ തൗബയുടെ വാതിലിന്റെ മുന്നിൽ പ്രതീക്ഷയോടെ ഞാൻ ഇരിക്കുകയാണ്. റബ്ബേ, ഫദംബി കബീറുൻ വസാദി ഖലീൽ. അല്ലാഹു, എന്റെ പാപങ്ങൾ വളരെ വലുതാണ് റബ്ബേ, എന്റെ പാതേയമാകട്ടെ, എന്റെ യാത്രാ വിഭവമാകട്ടെ, അത് വളരെ വലുതുമാണ് റബ്ബേ. ഇങ്ങനെ പശ്ചാത്തപിച്ച് റബ്ബിലേക്ക് മടങ്ങുന്നവരോട് അല്ലാഹു പറയാനുള്ളത് എന്താണെന്നറിയുമോ? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പുറത്തു തരുന്നവൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. ഇസ്റാറു അല ദംബ്, പാപങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം അവർക്കില്ല. ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം വജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വനിഅമ അജ്റുൽ ആമിലീൻ. അവർക്കാകുന്നു അല്ലാഹുവിന്റെ മഗ്ഫിറത്തുള്ളത്, താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന സുന്ദരഗേഹമായ സ്വർഗമുള്ളത്. പണിയെടുക്കുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്ക്, പരിശ്രമിക്കുന്നവർക്ക് എത്ര നല്ല സമ്മാനമാണത്, എത്ര നല്ല കൂലിയാണത്. അല്ലാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ എന്തിനാണ് ഈ മഗ്ഫിറത്തിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്കറിയുമോ? ഇത്രയും സ്നേഹത്തോടെ റബ്ബ് ഖുർആനിൽ നമ്മോട് സംസാരിക്കുകയാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിന്റെ അടിമക്കവൻ പോലെ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അമ്മയുജീബുൽ മുൽത്തറ ഇദാ ദആ ഫയക്ഷിഫുസ്സൂ വയജഅലു ലക്കും ഖുലഫാഅൽ അർദ്. വേദനിക്കുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, ബുദ്ധിമുട്ടുന്നവരെ വേദനയോടെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ഇങ്ങനെയൊക്കെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ അല്ലാഹു വിളിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, എന്റെ ശബ്ദം കേൾക്കുന്നവരെ, നിങ്ങൾക്ക് തീരുമാനിക്കാം. വേദന വരുമ്പോ അല്ലാഹനെ വിളിക്കണോ, മൊയ്തീൻ ശൈഖിനെ വിളിക്കണോ? വേദന വരുമ്പോ അല്ലാഹനെ വിളിക്കണോ, അജ്മീർ അൽ ഖോജയെ വിളിക്കണോ? വേദന വരുമ്പോ അല്ലാഹനെ വിളിക്കണോ, ഉള്ളാളത്ത് തങ്ങളെ വിളിക്കണോ? വേദന വരുമ്പോ അല്ലാഹനെ വിളിക്കണോ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കണോ? അല്ലാഹനെ വിളിക്കണോ, ശുഹദാക്കളെ വിളിക്കണോ, അമ്പിയാക്കളെ വിളിക്കണോ? ഈ ഖുർആനിന്റെ വചനങ്ങൾ പ്രിയപ്പെട്ടവരെ മനസ്സിരുത്തി വായിക്കുന്ന ഓരോ മുഅ്മിനും എന്റെ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് എന്താണെന്നറിയുമോ? 1000 വട്ടം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയും, അല്ലാഹ് മതി, അല്ലാഹ് മതി, അല്ലാഹു മതി, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്. ഇതൊരു മുഅ്മിനിന്റെ പ്രതികരണമാണ്. ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു എനിക്ക് മതി എന്നതാണ് അതിന്റെ അർത്ഥം. അല്ലാഹു എനിക്ക് മതിയായവനാണ് എന്നതാണ് അതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നബിമാരെ സ്നേഹിക്കാത്തവരല്ല, വലിയകളെ സ്നേഹിക്കാത്തവരല്ല, സാദാത്തുകളെ സ്നേഹിക്കാത്തവരല്ല, സ്വഹാബികളെ സ്നേഹിക്കാത്തവരല്ല, മറിച്ച് അവരൊക്കെ നടന്ന് കാണിച്ചൊരു വഴിയുണ്ട്. ആ കാൽപ്പാടുകൾ ചരിത്രത്തിൽ മായാതെ കിടക്കുന്നുണ്ട്. ആ കാൽപ്പാടുകൾ പിന്തുടരുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ എത്തിച്ചേരുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്തെന്ത് പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികളിൽ വിളിക്കേണ്ടത് അല്ലാഹുവിനെ മാത്രമാണ്. ഈ ഒരു തൗഹീദിന്റെ വചനത്തിന് വേണ്ടി നിലകൊള്ളാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ടതുണ്ട്. നമ്മുടെ വലിയൊരു ബാധ്യതയാണത്. മഹാനായ ഒരു മനുഷ്യനെ കുറിച്ച് സൂറത്തു യാസീൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തു യാസീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് പല ചികിത്സകൾക്കുമുള്ളതാണ്.
പല ജാതി ചികിത്സകൾക്കും പല ജാതി കാര്യങ്ങൾക്കും വേണ്ടിയാണ് സൂറത്തുൽ യാസീൻ നാം ഉപയോഗിക്കുക. ഇപ്പൊ എന്റെ സഹോദരൻ, ഞാനിങ്ങനെ ഒരുമിച്ച് വന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുകയാണ്. അദ്ദേഹം പറയുന്നു, എന്റെ ജ്യേഷ്ഠൻ പഴയ കാലത്ത് കാണാതെയായി. ഒരുപാട് നാളുകൾക്ക് മുമ്പ് എന്റെ സഹോദരനെ കാണാതെയാവുകയാണ്. ഒഴിവുള്ള ദിവസം ഞാനും എന്റെ ഉമ്മയും ഓരോ തങ്ങന്മാരുടെ അടുത്തേക്ക്, ഓരോ ഈ പറയുന്ന സിദ്ധന്മാരുടെ അടുത്തേക്ക് പോകുകയാണ്. അങ്ങനെ അവർ തരുന്നത് എന്താണെന്നറിയുമോ? അറബിയിൽ 1 മുതൽ 90 വരെ അക്കം എഴുതിയിട്ടുള്ള ഒരു പലകയാണ് തരിക. എന്നിട്ട് ആ പലക തന്നിട്ട് അവർ ഞങ്ങളോട് പറയുകയാണ്, ഒരു യാസീൻ ഓതിക്കഴിഞ്ഞാൽ 1-ൽ ആണിയടിക്കുക, രണ്ടാമത്തെ യാസീൻ ഓതിക്കഴിഞ്ഞാൽ 2-ൽ ആണിയടിക്കുക, മൂന്നാമത്തെ യാസീൻ ഓതിക്കഴിഞ്ഞാൽ 3-ൽ ആണിയടിക്കുക. ഈ 99 കഴിയുന്നതിന്റെ മുന്നേ നഷ്ടപ്പെട്ട നിങ്ങളുടെ മകൻ തിരിച്ചു വരുമെന്ന് ആ ഉമ്മയോട് തങ്ങന്മാര് പറയുകയാണ്. ഇതിനുള്ളതാണോ പ്രിയപ്പെട്ടവരെ യാസീൻ? ഇത്തരം ചികിത്സകൾക്കുള്ളതാണോ? ഇത്തരം ചെപ്പടി വിദ്യകൾക്ക് വേണ്ടിയുള്ളതാണോ യാസീൻ? യാസീനിൽ അടങ്ങിയിരിക്കുന്നത്, യാസീനിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുക, തൗഹീദ് പറഞ്ഞതിന് വേണ്ടി കൊല്ലപ്പെട്ടൊരു മനുഷ്യന്റെ കഥയാണ്. പ്രിയപ്പെട്ടവരുടെ നാട്ടിലേക്ക് 3 പ്രവാചകന്മാര് വരികയാണ്. ആ 3 പ്രവാചകന്മാരും ആ നാട്ടിൽ അങ്ങനെ ദഅവത്ത് നടത്തുകയാണ്. ആ പ്രവാചകന്മാരെ ആ നാട്ടിലുള്ള ആളുകൾ എതിർക്കുകയാണ്, കല്ലെറിയുകയാണ്, ശപിക്കുകയാണ്. ആ സമയത്ത് വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു മനുഷ്യനതാ ഓടി വരുന്നു. എന്നിട്ട് പറയുകയാണ്, യാ ഖൗമിന്റെ സമുദായമേ, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ ഈ മുർസലുകളെ നബിമാരെ പിൻപറ്റുക. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ, അവരെ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല, അവർ നിർമാർഗം പ്രാപിച്ച ആളാണ്. വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ, ഞാൻ എങ്ങനെയാണ് എന്റെ റബ്ബിനെ ആരാധിക്കാതിരിക്കുക? അവനല്ലേ എന്നെ പടച്ചത്, അവങ്കലേക്കല്ലേ എന്റെ തിരിച്ചുപോക്ക്. അത്തഖിദു മിൻ ദൂനിഹി ആലിഹ യുരിദിനിർ റഹ്മാനു ബിദുർരില്ല തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു അല്ലാത്ത ഇലാഹുകളെ ഞാൻ സ്വീകരിക്കുകയോ, എന്റെ റബ്ബിനിക്കൊരു ദുർബാധിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനല്ലാതെ ഒരാൾക്കും അത് തട്ടിമാറ്റാൻ കഴിയുകയില്ല. ഒരു ഖൈറനിക്ക് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനല്ലാതെ ഒരാൾക്കും അത് തട്ടിമാറ്റാൻ കഴിയുകയില്ല. ഞാൻ എന്റെ റബ്ബിന്റെ പുറമെ സമന്മാരെ സ്വീകരിച്ചാൽ ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ, ഞാൻ വ്യക്തമായ വഴികേടിലായി പോകും. ഇന്നി ആമന്തു ബിറബ്ബികും ഫസ്മഊൻ. ഈ സാഹിബ് യാസീൻ പറയുകയാണ്, അദ്ദേഹം ഈ സംഭാഷണങ്ങളുമായിട്ട് ബന്ധമില്ല, ഈ പ്രവാചകന്മാരുടെ ആഗമനം അറിഞ്ഞുകൊണ്ട് പട്ടണത്തിന്റെ ഒരറ്റത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഓടിക്കതച്ചിട്ട് വരികയാണ്. എന്നിട്ട് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ തൗഹീദ് അദ്ദേഹം പറഞ്ഞതിന്റെ അവസാനത്തെ വാക്ക് എന്താണെന്നറിയുമോ? ഇന്നി ആമന്തു ബിറബ്ബികും ഫസ്മഊൻ, ഞാനിതാ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുകയാണ്. ഈ മാലോകരോട് മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ റബ്ബിനെ കുറിച്ചാണ്, അവരുടെ കൂടി റബ്ബിനെ കുറിച്ചാണ്. ലോകത്ത് രചിക്കപ്പെട്ട വിരചിതമായ സകല മതവേദ ഗ്രന്ഥങ്ങളിലും കൃത്യമായി പറയപ്പെട്ട ആ ദൈവമുണ്ടല്ലോ, ആ ഹിരണ്യഗർഭനുണ്ടല്ലോ, വിരാട് പുരുഷനുണ്ടല്ലോ, പരബ്രഹ്മമുണ്ടല്ലോ, യഹോവയുണ്ടല്ലോ, അല്ലാഹു ഉണ്ടല്ലോ, അർ റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം അൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. ഒരുപാട് നാമങ്ങളുമായി അറിയപ്പെടുന്ന ആ സർവശക്തനുണ്ടല്ലോ, രാജാതിരാജനുണ്ടല്ലോ, ഖാലിഖുൽ മഖ്ലൂഖ് ഉണ്ടല്ലോ, ജല്ല ജലാലുണ്ടല്ലോ, അവനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നി ആമന്തു ബിറബ്ബികും ഫസ്മഊൻ, കൂട്ടരെ, നിങ്ങൾക്ക് തിന്നാൻ തരുന്ന, നിങ്ങൾക്ക് വെള്ളം നൽകുന്ന, നിങ്ങൾക്ക് വസ്ത്രം നൽകുന്ന, ജീവവായു നൽകുന്ന, നിങ്ങളെ പരിചരിച്ചു പോരുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബിൽ ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. ഫസ്മഊൻ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടുകൊള്ളുക, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണേ. അവരുടെ പ്രതികരണം എന്തായിരുന്നു? ഷിർക്കിന്റെ അഹ്ലുകാരുടെ പ്രതികരണം എന്തായിരുന്നു? കേൾക്കാൻ അവർ തയ്യാറായില്ല. ആ മനുഷ്യനെ അവർ കൊന്നുകളഞ്ഞു, ആ മനുഷ്യനെ അവർ വധിച്ചു കളഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞ അവസാനത്തെ വാക്കതാണ്, അല്ലാഹു അദാ ഫസ്മഊൻ ഖീല ദഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. ആ മനുഷ്യൻ മരിച്ച അല്ലാഹുവിന്റെ അടുത്ത്
അടുത്തേക്ക് എത്തുകയാണ്. അള്ളാഹു പറയുകയാണ്, ഇദ്ഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ആ മനുഷ്യൻ ആ സമയത്ത് പറയുന്നത് എന്താണ്? അള്ളാഹുവിനോട് ആത്മഗതം നടത്തുന്നത് എന്താണെന്നറിയുമോ? എന്റെ സമുദായം ഇതറിഞ്ഞിരുന്നെങ്കിൽ. ഇതാവണം മുവഹിദുകളെ, SKSMന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളതാണ്. എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം പരിഹാസങ്ങൾ ഉണ്ടായാലും തിരിച്ചക്രമിക്കുന്നവരല്ല നമ്മൾ, തിരിച്ചു പരിഹസിക്കുന്നവരല്ല നമ്മൾ, തിരിച്ചടിക്കുന്നവരല്ല നമ്മൾ. മറിച്ച് നമ്മുടെ പ്രതികരണം എന്താണ്? സാഹിബ് യാസീൻ പറഞ്ഞതുപോലെ, എന്നെ കൊന്നുകളഞ്ഞ എന്റെ സമുദായം ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അവരും കൂടി രക്ഷപ്പെടുമായിരുന്നു. റബ്ബേ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്ന വിവരം അവരറിഞ്ഞിരുന്നെങ്കിൽ, മാന്യന്മാരുടെ ബഹുമാനിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തിയത് അവരറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഈ സാഹിബ് യാസീൻ അവിടെ വെച്ച് ആഗ്രഹിച്ചു പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധന വീചിയിൽ സജീവമാവുക. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുന്ന ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, കരകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. പ്ലാച്ചിമടയെ കുറിച്ച് പറയാൻ ഇവിടെ ആളുകളുണ്ട്, പെപ്സിയെ കുറിച്ച് പറയാൻ ഇവിടെ ആളുകളുണ്ട്, ഫലസ്തീനിനെ കുറിച്ച് പറയാൻ ഇവിടെ ആളുകളുണ്ട്. നമ്മളും പറയണം, ഒരു സംശയവും ഇല്ല. അതിനെക്കുറിച്ച് പറയാൻ ഇവിടെ ആളുകളുണ്ടെന്നാൽ ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവൻ കാലാകാലം നരകത്തിൽ കിടക്കാൻ കാരണമാകുന്ന ഷിർക്കിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ ആളുകളില്ല കേട്ടോ. തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആളുകളില്ല കേട്ടോ. കാരണം തൗഹീദ് പറഞ്ഞാൽ സ്വീകാര്യത ലഭിക്കൂല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കരകളഞ്ഞ രീതിയിൽ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനെ പൂമാലയിട്ട് സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാവില്ല. അവന് വേണ്ടി കരഘോഷങ്ങൾ മുഴങ്ങില്ല. അവനെ അഭിനന്ദിക്കാനും അവനെ ആശീർവദിക്കാനും ആശംസകൾ നൽകാനും ആളുകൾ ഉണ്ടാവില്ല. ലോകത്ത് കടന്നു വന്ന് തൗഹീദ് പറഞ്ഞ സകല പ്രവാചകരെയും ആ തൗഹീദ് കേട്ട ജനത സ്വീകരിച്ചത് കല്ലേറ് കൊണ്ടാണ്, കൂക്കുവിളി കൊണ്ടാണ്, ബഹിഷ്കരണങ്ങൾ കൊണ്ടാണ്, ചാട്ടവാറടികൾ കൊണ്ടാണ്, ക്രൂരമായ കൊലപാതകങ്ങൾ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, 21-ാം നൂറ്റാണ്ട് വ്യത്യസ്തമല്ല കേട്ടോ. തൗഹീദ് പറയുന്നവരെ കാത്തിരിക്കുന്നതും ബഹിഷ്കരണങ്ങൾ തന്നെയാണ്. ഇന്നും ഇന്നലെയും നാളെയും നമുക്ക് കേട്ടതും കേൾക്കാനുള്ളതും അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, കേരളക്കരയിൽ കേരള നദ്വത്തുൽ മുജാഹിദീനിന്റെ ആദ്യകാലഘട്ട പ്രബോധനത്തിൽ എന്തെല്ലാം അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം ബഹിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കർണാടകയിൽ തന്നെ പ്രിയപ്പെട്ടവരെ, SKSM എന്ന് പറയുന്ന സംഘടന തൗഹീദിന്റെ പ്രബോധനവുമായി ഇറങ്ങി തിരിച്ചപ്പോ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ഈ മംഗലാപുരത്തേക്ക് വരുന്ന കാലഘട്ടം ഓർത്തുപോകുകയാണ്. ഇസ്മായിൽ ഷാഫി എന്ന് പറയുന്ന മനുഷ്യന്റെ കൂടെയാണ് പരിപാടികളുടെ സ്ഥലങ്ങളിലേക്ക് പോകുക. കാലിന് വയ്യാത്ത അവസ്ഥയിലും ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും തൗഹീദ് പറയുന്ന വേദികളിൽ നിന്ന് വേദികളിലേക്ക് മാറി മാറി സഞ്ചരിക്കാൻ നമ്മുടെ പൂർവികരായ മുൻഗാമികളായ ആളുകൾ കാണിച്ചു തന്ന ആ ഊർജ്ജസ്വലതയുണ്ടല്ലോ, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും കൈവിട്ടുകൂടാ. അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ജീവിച്ച MG മുഹമ്മദ് ക, തൗഹീദിന് വേണ്ടി നിതാന്തം പരിശ്രമിച്ച മനുഷ്യൻ, തൗഹീദിന് വേണ്ടി സദാ പരിശ്രമം നടത്തിയ മനുഷ്യൻ, ഏത് വേദികളിൽ ഏത് സദസ്സുകളിൽ നോക്കിയാലും തൗഹീദിന്റെ പ്രഭാഷണങ്ങൾ എത്ര തവണ കേട്ടാലും വീണ്ടും വീണ്ടും പറയുമ്പോൾ നിറകണ്ണകളുമായി കേട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, നാട് നമ്മൾ മരിച്ചു പോകുമ്പോ തൗഹീദിന്റെ പേരിൽ, ഈ വഹദാനിയത്തിന്റെ പേരിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് പോകാൻ നമുക്ക് സാധിക്കണം. ഇതുപോലെയുള്ള വേദികളിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പേരുകൾ സ്മരിക്കപ്പെടണം. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ 2 പേർക്കെങ്കിലും തൗഹീദ് കിട്ടണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടണം. ഷിർക്കിന്റെ അന്ധകാരത്തിൽ നിന്ന് നമ്മിലൂടെ വളരെ ചുരുങ്ങിയ ആളുകളെങ്കിലും ഹിദായത്തിലേക്ക് വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനവുമാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ ഈ വലിയ തൗഫീഖ് ഉണ്ടല്ലോ, മഹത്തായ ഭാഗ്യം, തൗഹീദ് എന്ന മഹത്തായ അനുഗ്രഹം. ആ അനുഗ്രഹം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി അങ്ങനെ നിർത്താനുള്ളതല്ല, മറിച്ച് നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ പരിചയക്കാർ, നമ്മുടെ നാട്ടുകാർ, അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കേണ്ടതാണ്, പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ സദസ്സ് വിട്ടുപോകുമ്പോൾ മനസ്സിൽ ഉറച്ചൊരു തീരുമാനമെടുക്കുക. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും തൗഹീദി പ്രബോധനം എന്ന ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും കുഴപ്പങ്ങൾ വന്നാലും അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന, റബ്ബിനോട് മാത്രം തേടുന്ന, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മിൽ രോഗം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടിയുള്ള തിരിച്ച് വരവ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാക്കൾക്കും നമ്മുടെ പ്രവർത്തകർക്കും ഊർജ്ജസ്വലമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനഹ വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.